A very good morning to all. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതെന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സും അതിന്റെ ട്രെൻഡ്സ് ഇൻ കെമിക്കൽ റിയാക്ടിവിറ്റി ആയിരുന്നു. അത് ഏത് ഗ്രൂപ്പിന്റെ ഈ പറഞ്ഞ 15th ഗ്രൂപ്പിന്റെ. നിങ്ങൾക്കറിയാം 12th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിൽ HCRT ഓർഡർ പറയുമ്പോൾ 7th ചാപ്റ്റർ ആണ് ഏത് പി ബ്ലോക്ക് എന്ന് പറയുന്നത്. ആ പി ബ്ലോക്കിൽ നമ്മൾ 13th ഗ്രൂപ്പ് ഉണ്ട്, 14th ഉണ്ട്, 15th, 16th, 17th, 18th ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 14 നമ്മൾ ആൾറെഡി 11th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിൽ പഠിച്ചതാണ്. സോ ഗ്രൂപ്പ് 15ലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജൻ. ഓക്കെ, അറിയാം ഫസ്റ്റ് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഡിഫേഴ്സ് ഫ്രം others or the rest of the members of the group and that phenomenon is called anomalous properties. അപ്പോൾ 15th ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ ആയ നൈട്രജൻ റെസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സിൽ നിന്ന് കുറച്ച് വ്യത്യസ്തനാണ്. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കാൾഡ് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജൻ. ദാറ്റ് ഈസ് നൈട്രജൻ differs from the rest of the members of this group due to its എല്ലാത്തിന്റെയും anomalous property. The reason is due to smaller size, high electronegativity, high ionization enthalpy and non-availability of d orbitals. Some of the anomalous properties shown by nitrogen 4-5 ഉണ്ട്. മിനിമം 2 ബൈ ഹാർട്ട് ആയിരിക്കണം. അതിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നൈട്രജൻ ഹാസ് ദ എബിലിറ്റി ടു ഫോം p മൾട്ടിപ്പിൾ ബോൺസ്. അതായത് പി ഓർബിറ്റൽ നൈട്രജന്റെ അകത്ത് ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഇൻ പി ഓർബിറ്റൽ. ആ പി ഓർബിറ്റലിലെ ഇലക്ട്രോൺ അടുത്ത പി ഓർബിറ്റലിലെ ഇലക്ട്രോണും കൂടി p മൾട്ടിപ്പിൾ ബോൺസ് ഫോം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ട്? നൈട്രജൻ ഉണ്ട്. വേറസ് അതർ എലമെന്റ്സ് ഓഫ് ദ ഗ്രൂപ്പിന് അതില്ല. ഇനി നൈട്രജൻ എക്സിസ്റ്റ് ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ, അവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ആണ്. ദാറ്റ് ട്രിപ്പിൾ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദി ഓർബിറ്റൽ ഓവർലാപ്പ് ഓഫ് 1s and 2p between the two atoms of nitrogen. So its bond enthalpy is എന്താണ്? Very high. So its bond enthalpy is very high. ഇനി the single NN bond is weak. അതായത് നൈട്രജന്റെ അകത്തുള്ള നൈട്രജൻ ബോണ്ട് എന്താണ്? വീക്ക് ആണ്. So the catenation tendency is weaker in nitrogen എന്ന് നമ്മൾ പറയും. കാര്യം NN ട്രിപ്പിൾ, അതായത് N സിംഗിൾ ബോണ്ട്, ആ സിംഗിൾ ബോണ്ട് പിന്നെ ഒരു നൈട്രജൻ അങ്ങനെ ലിങ്ക് ചെയ്ത് പോകുന്ന ഫിനോമിനൻ ഈസ് കാൾഡ് കാറ്റിനേഷൻ. കാറ്റിനേഷൻ വേൾഡിൽ തന്നെ ഏറ്റവും നന്നായിട്ട് കാറ്റിനേഷൻ കാണിക്കുന്നത് ആരാ എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് കാർബൺ. കാർബൺ ഷോസ് മാക്സിമം കാറ്റിനേഷൻ പ്രോപ്പർട്ടി. പക്ഷെ നൈട്രജൻ എന്തുകൊണ്ട് കാറ്റിനേഷൻ കാണിക്കുന്നില്ല എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജന്റെ അകത്ത് സിംഗിൾ NN ബോണ്ട് ഈസ് വീക്കാണ്. NN ബോണ്ട് വീക്കാണ് എവിടെ? നൈട്രജന്റെ അകത്ത്. ഇനി അടുത്ത അനോമലസ് പ്രോപ്പർട്ടി എന്താന്ന് വെച്ചാൽ ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് d ഓർബിറ്റൽ ഇൻ ഇറ്റ്സ് വാലൻസ് ഷെൽ ദ മാക്സിമം കോവാലൻസി ഓഫ് നൈട്രജൻ ഈസ് 4 ആണ്. മാക്സിമം കോവാലൻസി ഓഫ് നൈട്രജൻ എത്രയാ? 4. 4ന് അപ്പുറം നൈട്രജന് കോവാലൻസി പറ്റുമോ? ഇല്ല. കാര്യം ആൾറെഡി അവന്റെ വാലൻസ് ഷെൽ ഉൾപ്പെടെയുള്ള ഇലക്ട്രോൺസ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാലും മാക്സിമം കോവാലൻസി ഈസ് 4. ഇനി നൈട്രജൻ കനോട്ട് ഫോം d ബോണ്ട്. കാരണം d ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഇല്ലല്ലോ നൈട്രജൻ. അതുകൊണ്ട് തന്നെ അവന് d ബോണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. whereas the rest of the members like phosphorus, arsenic can form d bond with the transition metals and with carbon and oxygen. ഇതിൽ 5 പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മെമ്മറൈസ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള 2 അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജൻ പഠിച്ചു. വാട്ട് ഈസ് ദ റീസൺ ഫോർ അനോമലസ് പ്രോപ്പർട്ടി? ഏത് എലമെന്റിന്റെ അനോമലസ് പ്രോപ്പർട്ടിയുടെയും റീസൺ ഈസ് സ്മാളർ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയോണൈസേഷൻ എൻതാൽപി ആൻഡ് നോൺ അവൈലബിലിറ്റി ഓഫ് d ഓർബിറ്റൽസ്. ഇനി ഗ്രൂപ്പ് 15 എലമെന്റ്സ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യും. ദാറ്റ് ഈസ് നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ, നൈട്രജൻ ഫോസ്ഫറസ് പ്ലസ് നൈട്രജൻ അവർ ചേർന്ന് കഴിഞ്ഞാൽ they will get NH3, PH3, ASH3, SBH3, BiH3. അപ്പോൾ ഇതിന്റെ ഹൈഡ്രേറ്റ്സിന്റെ ബേസിസിറ്റി നമുക്കറിയാം. ഓർഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു പ്രത്യേകം പേപ്പർ എഴുതി ഭിത്തിയിലൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓർഡർ ലിസ്റ്റിൽ ദ ബേസിസിറ്റി ഓഫ് ഹൈഡ്രേറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 15 എലമെന്റ്സ് ഡിക്രീസസ് ഇൻ ദ ഓർഡർ NH3 greater than, PH3 greater than, ASH3 greater than, SBH3 greater than, BiH3. അതായത് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് വൈസ് ഓർഡർ ഓർത്ത് വെച്ചിരുന്നാൽ മതി. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ഓക്കെ, ഇതാണ്. ഇനി ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ആണ്. NH3 has the highest melting and boiling point due to its intermolecular hydrogen.
അപ്പൊ NH3 ആണ് ഹയസ്റ്റ് മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റും. കാര്യം എന്താ? ഡ്യൂ ടു ഇറ്റ്സ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കൂടെ. അല്ലെങ്കിൽ സിംപ്ലി ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് ഓഫ് ടു ടൈപ്സ്: ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, ഇനി എല്ലാ ഹൈഡ്രേറ്റ്സിന്റെയും ജോമെട്രി ഈസ് പിരമിഡൽ ജോമെട്രി. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഒരു എന്താ പറയുന്നത് സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ടൈപ്പാണ്. Though nitrogen exhibits +5 oxidation state, it does not form pentahalides. സെന്റൻസിന്റെ മീനിങ് പറയാം. നൈട്രജന് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കാൻ വല്ലപ്പോഴൊക്കെ പറ്റും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒരിക്കലും നൈട്രജന്റെ പെന്റാഹാലൈഡ്സ് ആയ NCl5, NF5 ഒന്നും കാണാറില്ല. എന്താണ് റീസൺ? Give reason. This is the type of questions that will be asking in this chapter. Okay, അപ്പൊ അതിന്റെ റീസൺ ഈസ് ഇത്രയേ ഉള്ളൂ. നൈട്രജൻ ഈസ് വിത്ത് N ഈസ് ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ അതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N ഈസ് ഈക്വൽ ടു 2 ആണ്. കാര്യം കെയും എല്ലും ഷെല്ലേ ഇവർക്കുള്ളൂ. ആൻഡ് ഹാസ് S and p orbitals only. It does not have a d orbital to expand its covalency beyond 4. Covalency 4 മുകളിലോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ d ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് വേണം. ആര് കോവാലൻസി 4 മുകളിൽ കാണിക്കുന്നെങ്കിലും ആ എലമെന്റിന്റെ വാലൻസ് ഷെല്ലിൽ അല്ലെങ്കിൽ d സബ് ഷെല്ലിൽ ഇലക്ട്രോൺസ് കാണും. ഈ പറഞ്ഞ പാവപ്പെട്ട നൈട്രജന് d സബ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവന് കോവാലൻസി ബിയോണ്ട് 4 കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി PH3 ഹാസ് ലോവർ ബോയിലിംഗ് പോയിന്റ് ദാൻ NH3. Why? Unlike NH3, PH3 molecules are not associated through intermolecular hydrogen bond. അതായത് നമ്മുടെ NH3-ലാണെങ്കിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. PH3 molecules are not associated through intermolecular hydrogen bonding in liquid state. That is why the boiling point of PH3 lower than NH3. അതായത് ഒരു സാധനത്തിന് ബോയിലിംഗ് പോയിന്റ് കൂടി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് റീസൺ പലതും പറയാമെങ്കിലും അതിൽ ഒരു റീസൺ ഷുവർ ആണ്. ഈ ഒരാൾക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ളത് ആർക്കാണോ അവനിൽ കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. ബോയിലിംഗ് പോയിന്റ് ആർക്കാണോ കുറവ് ഒന്നുകിൽ അവർക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പോലും പറ്റത്തില്ല, അല്ലെങ്കിൽ വളരെ ചെറിയ അളവിലെ ഹൈഡ്രജൻ ബോണ്ടിങ് കാണും. ഇത്രയുമാണ് നമ്മുടെ നൈട്രജനുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രോഡക്ടറി പാർട്ടിൽ വരുന്നത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് നൈട്രജന്റെ കോമ്പൗണ്ടുകൾ. കോമ്പൗണ്ടുകൾ എന്ന് പറയുമ്പോൾ ആദ്യം മോളിക്കുലാർ നൈട്രജൻ ഡൈ നൈട്രജൻ N2 ആണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടിൽ ദെൻ ഗുഡ് ബൈ, താങ്ക് യു.